ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. പ്രമുഖ മുന്നണികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ സജീവം. 5ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 20-ന്. പുതുക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകി കേന്ദ്ര സർക്കാർ. തന്ത്രപ്രധാനമായ ഇറാനിയൻ തുറമുഖം ചബഹാർ മുഴുവൻ മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്നും സങ്കുചിത വീക്ഷണം പാടില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ അടുത്ത ഒരാഴ്ച വരെ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണ പരിപാടികൾ ശക്തമായി പുരോഗമിക്കുന്നു. പ്രധാന മുന്നണികളിലെ പ്രമുഖ നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ദിൻഡോറിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. കോവിഡ് മഹാമാരിയെ രാജ്യം നേരിട്ട രീതിയെ ലോകം അഭിനന്ദിച്ചെന്ന് ചടങ്ങിൽ സംസാരിച്ച മോദി പറഞ്ഞു. കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ, പിന്നാക്കക്കാർ എന്നിവരുടെ ക്ഷേമത്തിനായി NDA സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ റാലിയെ അഭിസംബോധന ചെയ്തു. അനുച്ഛേദം 370 റദ്ദാക്കിയതിനെക്കുറിച്ച് സംസാരിച്ച ഷാ പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീർ തിരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അഭിപ്രായപ്പെട്ടു. ഉത്തർപ്രദേശിൽ മുതിർന്ന BJP നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് ഇന്ന് ഹമീർപൂർ മണ്ഡലത്തിൽ റാലിയെ അഭിസംബോധന ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഒഡീഷയിലെ ബലംഗീറിൽ ബൈക്ക് റാലിയിൽ പങ്കെടുത്ത് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ജൂൺ 4-ന് പൊതു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം കേന്ദ്രത്തിൽ INDI സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവർ രാഹുലിനു വേണ്ടി റായ്ബറേലിയിൽ പ്രചാരണം തുടരുകയാണ്. മുതിർന്ന BJP നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരും പ്രചാരണത്തിൽ സജീവമാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. വെള്ളിയാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 മണ്ഡലങ്ങളിലാണ് ജൂൺ 1-ന് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5, 6 ഘട്ടങ്ങളുടെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ നിരീക്ഷകരുമായി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് സംവദിച്ചത്. ഈ മാസം 20-ന് 5ാം ഘട്ടവും 25-ന് 6ാം ഘട്ടവും നടക്കും. ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അക്രമം തടയുന്നതിൽ ഭരണകൂടത്തിനുണ്ടായ വീഴ്ച വിശദീകരിക്കാൻ ആന്ധ്രാപ്രദേശ് ചീഫ് സെക്രട്ടറിയെയും സംസ്ഥാന പോലീസ് മേധാവിയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചുവരുത്തി. ജനാധിപത്യത്തിൽ അക്രമത്തിന് യാതൊരുവിധ സാധുതയുമില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു. പുതുക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം 14 പേർക്ക് കേന്ദ്ര സർക്കാർ പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് അപേക്ഷകർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത്. ഭേദഗതി ചെയ്യപ്പെട്ട ചട്ടപ്രകാരം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 വരെ ഇന്ത്യയിൽ പ്രവേശിച്ച ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവരിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിച്ചത്. മധ്യ ഏഷ്യയുമായുള്ള വ്യാപാരം വിപുലീകരിക്കാൻ രാജ്യത്തെ സഹായിക്കുന്ന തന്ത്രപ്രധാനമായ ഇറാനിയൻ തുറമുഖം ചബഹാർ മുഴുവൻ മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്നും സങ്കുചിത വീക്ഷണം പാടില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചബഹാർ തുറമുഖത്തിന് വലിയ പ്രസക്തിയുണ്ടെന്ന് മുൻകാലങ്ങളിൽ അമേരിക്ക പോലും അംഗീകരിച്ചിരുന്നുവെന്ന് കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ ഇറാനിയൻ തുറമുഖമായ ചബഹാർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള 10 വർഷത്തെ കരാറിൽ ഇന്ത്യ തിങ്കളാഴ്ച ഒപ്പുവച്ചതിന് പിന്നാലെ ഇറാനുമായി ബിസിനസ് ഇടപാടുകൾ നടത്തുന്ന ഏതൊരു രാജ്യത്തിനുമേലും ഉപരോധത്തിന് സാധ്യതയുണ്ടെന്ന് US മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 30 വരെ ഡൽഹി കോടതി നീട്ടി. സിസോദിയയെ പ്രതികളിൽ ഒരാളായി ഉൾപ്പെടുത്തി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രത്യേക ജഡ്ജി കാവേരി ബവേജയാണ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി നീട്ടിയത്.
ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് സിസോദിയ കോടതിയിൽ ഹാജരായത്. രാജസ്ഥാനിലെ നീംക താന ജില്ലയിൽ ഖനിക്കുള്ളിൽ കുടുങ്ങിയ 15 ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ഉദ്യോഗസ്ഥരെയും പുറത്തെത്തിച്ചു. ഇതിൽ ഒരാൾ മരിച്ചതായാണ് റിപ്പോർട്ട്. ഇന്നലെ രാത്രി ലിഫ്റ്റിന്റെ കയർ പൊട്ടിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ഖനിക്കുള്ളിൽ കുടുങ്ങിയത്. രക്ഷപ്പെടുത്തിയ 14 പേരെ ചികിത്സയ്ക്കായി ജയ്പൂരിലെ SMS ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി നീംക താന കളക്ടർ ശരത് മെഹ്റ പറഞ്ഞു. കോലിഹാൻ ഖനിയിൽ 577 മീറ്റർ താഴ്ചയിലാണ് ജീവനക്കാർ കുടുങ്ങിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഗസയിലെ UN ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലെ സെക്യൂരിറ്റി കോർഡിനേഷൻ ഓഫീസർ കേണൽ വൈഭവ് അനിൽ കാലയുടെ നിര്യാണത്തിൽ ഇന്ത്യ ദുഃഖം രേഖപ്പെടുത്തി. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഇന്ത്യ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തിങ്കളാഴ്ചയാണ് കേണൽ വൈഭവ് അനിൽ കാലയ്ക്ക് ഗസയിൽ ജീവൻ നഷ്ടമായത്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നാളെ മുതൽ ഉഷ്ണതരംഗം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസങ്ങളിൽ ഗുജറാത്ത്, കൊങ്കൺ, സൗരാഷ്ട്ര, കച്ച് എന്നിവിടങ്ങളിലും ശനി, ഞായർ ദിവസങ്ങളിൽ ഡൽഹി, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗ അവസ്ഥ പ്രവചിച്ചിട്ടുണ്ട്. കാലവർഷം ഞായറാഴ്ചയോടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും നിക്കോബാർ ദ്വീപിലും എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനത്താൽ സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ഇന്നും നാളെയും മണിക്കൂറിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിലും വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം അവസാനിപ്പിച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകൾ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ സർക്കാർ ഇളവ് വരുത്തി. വാഹനത്തിന്റെ കാലപ്പഴക്കം 18 വർഷമാക്കി. പഴയ പോലെ എച്ചെടുത്ത ശേഷം മാത്രം റോഡ് ടെസ്റ്റ് നടത്തും. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ആരംഭിച്ചു. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗുവാഹട്ടിയിലാണ് മത്സരം. നിലവിൽ 16 പോയിന്റുമായി രാജസ്ഥാൻ 2ാം സ്ഥാനത്താണ്. പ്ലേ ഓഫിൽ നിന്ന് പഞ്ചാബ് നേരത്തെ തന്നെ പുറത്തായിരുന്നു. ക്യാൻ ചലച്ചിത്രമേളയിൽ ഭാരത് പവലിയനുമായി ഇന്ത്യ. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജജുവും ഫ്രാൻസിലെയും മൊണാക്കോയിലെയും ഇന്ത്യൻ അംബാസിഡർ ജാവേദ് അഷ്റഫും ചേർന്നാണ് ഭാരത് പവലിയൻ ഉദ്ഘാടനം ചെയ്തത്. ക്യാനിലെ ഭാരത് പവലിയൻ ഇന്ത്യൻ സിനിമാ സമൂഹത്തിന് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള വേദിയൊരുക്കും. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനാണ് ഭാരത് പവലിയൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യ UAE കോൺസുലാർ സംയുക്ത സമിതിയുടെ 5ാമത് യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്നു. തൊഴിൽ, വിസ, മൈഗ്രേഷൻ, പൗരത്വം, കൈമാറ്റം തുടങ്ങിയ കോൺസുലാർ വിഷയങ്ങളിൽ ഏകോപനവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും വിപുലമായ ചർച്ചകൾ നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. പ്രമുഖ മുന്നണികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ സജീവം. 5ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 20-ന്. പുതുക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകി കേന്ദ്ര സർക്കാർ. തന്ത്രപ്രധാനമായ ഇറാനിയൻ തുറമുഖം ചബഹാർ മുഴുവൻ മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്നും സങ്കുചിത വീക്ഷണം പാടില്ലെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേരളത്തിൽ അടുത്ത ഒരാഴ്ച വരെ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.